ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ രാഹുലും രൂപയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും രാഹുലേട്ടാ, ഇനി അവനെ കൊല്ലാനൊന്നും പോകണ്ട. എന്തിനാ വെറുതെ അവൻ്റെ പിന്നാലെ പോകുന്നത്? അതെന്താ രൂപ നീ അങ്ങനെ പറഞ്ഞത്? ഇത്രയും നാളും അവനെ കൊല്ലണമെന്നായിരുന്നല്ലോ നിൻ്റെ ആഗ്രഹം. ഇപ്പോൾ ആഗ്രഹമൊക്കെ മാറിയോ? അതല്ല രാഹുലേട്ടാ, സമാധാനം ഇല്ലാത്തതുകൊണ്ടാണ് അവനെ കൊല്ലാൻ നോക്കിയിട്ട് അവസാനം നമ്മുടെ സമാധാനം ഇല്ലാതാക്കണോ? അതുകൊണ്ട് പറഞ്ഞതാ എന്നൊക്കെ പറയാണ്. ഇത് കേട്ടതും എൻ്റെ രൂപേ, അവൻ മരിച്ചാലേ എനിക്ക് സമാധാനം ഉണ്ടാവും, അതുകൊണ്ട് അവനെ ഞാൻ കൊല്ലും എന്നും പറയുകയാണ്. അപ്പോഴേക്കും നമ്മുടെ രൂപ രാഹുലിനെ തുറച്ച് നോക്കുക. അപ്പോൾ രാഹുൽ, നീ എന്താ രൂപേ അത് പറഞ്ഞപ്പോൾ എന്നെ ഇങ്ങനെ തുറച്ച് നോക്കുന്നേ? പേടിച്ചിട്ടാ രാഹുലേട്ടാ. നീ പേടിക്കൊന്നും വേണ്ട. അവനില്ലാതായി കഴിഞ്ഞാലേ നിൻ്റെ മക്കളുടെ കൊമ്പൊടിയും. ചിലപ്പോൾ അവർ നിൻ്റെ അടുത്തേക്ക് വരികയും ചെയ്യും. അവർ നിനക്ക് അവരെ തിരിച്ചു കിട്ടുകയും ചെയ്യും. അങ്ങനെ ആകുമ്പോൾ അത് നല്ലതല്ലേ? എനിക്ക് തോന്നുന്നില്ല ഏട്ടാ, ചന്ദ്രേട്ടൻ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എൻ്റെ മക്കൾ എൻ്റെ അടുത്തേക്ക് വരത്തുമില്ല, അവരടങ്ങിയിരിക്കത്തുമില്ല. അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും രാഹുലേട്ടൻ ഇനിയിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യണ്ട. അത് കേട്ടതും രാഹുൽ രൂപയെ തുറച്ച് നോക്കുക. ഏട്ടനെന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? നീ ഇപ്പോൾ എന്താ രൂപ പറഞ്ഞത്? ചന്ദ്രേട്ടനോ? ഈ വിളി എപ്പം മുതൽ തുടങ്ങി? അത് പിന്നെ ഞാൻ ആദ്യമൊക്കെ അങ്ങനെ തന്നെയായിരുന്നല്ലോ വിളിച്ചുകൊണ്ടിരുന്നത്. അല്ല, ഇത്രയും നാളും അവനെന്നും കാലനെന്നും രാക്ഷസനെന്നൊക്കെയാണല്ലോ വിളിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ചോദിച്ചതാ. അതൊന്നുമില്ല, ഓരോന്ന് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ പറഞ്ഞേ ഉള്ളൂ. എന്തായാലും അവനെതിരെയുള്ള നീക്കങ്ങൾ ഇനി നടത്താതിരിക്കുന്നത് നല്ലത് എന്നൊക്കെ പറയുക. ശരി, എന്തെങ്കിലും ആവട്ടെ എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ നേരെ മുകളിലേക്ക് പോവുക. അവളുടെ വിളിയിലൊരു മാറ്റം ഉണ്ടല്ലോ. എന്തായിരിക്കും അവൾ ഇങ്ങനെ വിളിച്ചത്? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാഹുൽ നേരെ മുകളിലേക്ക് പോവുക. ഈ സമയം രൂപ ആലോചിക്കുകയാണ്. എൻ്റെ ചന്ദ്രേട്ടനെ കൊന്നിട്ട് നിനക്ക് സമാധാനം കിട്ടും അല്ലേടാ? അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ നിന്നെ ഞാൻ ആദ്യം തീർക്കൂടാ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രാഹുലിൻ്റെ മുറിക്കകത്തേക്ക് കയറുക. അപ്പോൾ മുറിക്കകത്ത് കയറി കഥ കടച്ചു. അതിനുശേഷം രാഹുൽ തൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് ഇങ്ങനെ അലമാരയുടെ ഉള്ളിൽ വെച്ചിട്ട് ഡ്രസ്സ് മാറാനായിട്ട് വേറൊരു ഷർട്ട് എടുത്ത് കൈ പിടിച്ചുകൊണ്ടൊന്ന് ഇങ്ങനെ ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുക. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ആലോചിച്ചിട്ട്, ഈ മുറിയിൽ ആരെങ്കിലും കയറിയോ? ഏതൊരു പെർഫ്യൂമിൻ്റെ മണം, പരിചയമില്ലാത്ത മണം എന്നും പറഞ്ഞിങ്ങനെ ആലോചിക്കുമ്പോഴേക്കും കർട്ടൻ്റെ പുറകിൽ നിന്നും CS ഇങ്ങനെ ഒളിഞ്ഞു നോക്കുക. ഒളിഞ്ഞു നോക്കിയിട്ട്, ഞാനാടാ ഈ മുറിക്കകത്തുള്ളത്. എന്തായാലും ഇന്ന് പിടിക്കപ്പെടുകയാണെങ്കിൽ അവൻ്റെ നെഞ്ചും കൂടെ അടിച്ച് തകർത്ത് അവനെ ഇന്നത്തോടെ തീർത്തേക്കണം. അതാണ് ഇന്നത്തെ എൻ്റെ ലക്ഷ്യം എന്നും പറഞ്ഞുകൊണ്ട് CS ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. പക്ഷേ കുറേ നേരമായിട്ടും രാഹുൽ എന്താ പറയുക, ഒന്നും തിരിഞ്ഞൊന്നും നോക്കുന്നില്ല. ഷർട്ടൊക്കെ ഇട്ടിട്ട് ആ കട്ടിലിൽ ഇങ്ങനെ കിടക്കുക, നീണ്ടു നിവർന്ന്. അങ്ങനെ കിടക്കുന്ന സമയത്ത് പതുക്കെ രാഹുലിൻ്റെ കണ്ണൊന്ന് അടഞ്ഞുപോയി. അപ്പോഴേക്കും CS കർട്ടൻ്റെ പുറകിൽ നിന്നും മാറി ബാത്റൂമിലേക്ക് കയറുക. അവൻ്റെ ഉറക്കം കണ്ടില്ലേ? എൻ്റെ ജീവിതം ഈ അവസ്ഥയിലാക്കിയിട്ട് നീണ്ടു നിവർന്ന് കിടക്കുക. ഇപ്പം തന്നെ അവനെ കുത്തി കൊല്ലാനാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് CS ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്ന രൂപയാണ്. രൂപ പെട്ടെന്ന് തന്നെ കല്യാണിയെ വിളിക്കുക. മോളെ വാ 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 മോളെ, പെട്ടെന്ന് വാ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ കല്യാണി, എവിടെ അമ്മേ? അയാളെവിടെ? ആ കാലൻ അയാൾ മുകളിലുണ്ട് മോളെ, മോള് പെട്ടെന്ന് പോയിക്കോ. അവനെങ്ങാനും കണ്ടാൽ പിന്നെ തീർന്നു. ശരി അമ്മേ, എന്നാൽ ഞാൻ പോയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി പോവുകയാണ്. കല്യാണി പോയി കഴിഞ്ഞത് രൂപ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഈശ്വര, അദ്ദേഹം അവരുടെ മുറിയിലാണല്ലോ. അവനെങ്ങാനും എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോയാൽ പണി കിട്ടും. എന്താ ഇപ്പം ചെയ്യുക? വേഗം തന്നെ അവൻ്റെ മുറിയിൽ നിന്നും അവനെ പുറത്തേക്ക് വിളിച്ചുകൊണ്ട് വരണം. എന്നാലേ ചന്ദ്രേട്ടൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് രൂപ പെട്ടെന്ന് മുറിയിലേക്ക് പോവുക. ഈ സമയം രാഹുൽ ബാത്റൂമിൽ പോകാനായിട്ട് ബാത്റൂമിൻ്റെ വാതിലിങ്ങനെ തുറക്കാനായിട്ട് കൈ അടുത്തേക്ക് കൊണ്ടുപോയി CS, ഭഗവാനെ ഇന്ന് പിടിക്കപ്പെടും എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ രൂപ ഏട്ടാ എന്നും പറഞ്ഞൊരു വിളി. അത് കേട്ടത് രാഹുൽ തിരിഞ്ഞു നോക്കുക. എന്താ രൂപേ? ഏട്ടാ വാ, എനിക്ക് ഏട്ടനോടൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? അതൊക്കെ ഉണ്ട്, ഏട്ടൻ വാ. ഞാനൊന്ന് ബാത്റൂമിൽ പോയിക്കോട്ടെ? ഈ ബാത്റൂമിൽ പോകണ്ട ഏട്ടാ, ഏട്ടൻ എൻ്റെ ബാത്റൂമിൽ പോവാം. ഇവിടെ ആകെ മാറാല പിടിച്ച് അഴുക്ക് പിടിച്ച് കിടക്കുക. കുറേ നാളായിട്ട് ഉപയോഗിക്കാണ്ട് കിടക്കുമല്ലേ? എന്നിട്ട് ഇവിടെ ഒരുത്തിയെ തീറ്റിപ്പോറ്റുന്നത് എന്തിനാ? ഭക്ഷണവും കൊടുത്ത് 3 നേരവും ചെലവിനും 3 നേരം ഭക്ഷണവും കൊടുത്ത് ചെലവിനും കൊടുത്തിട്ട് അവളെ ഇവിടെ നിർത്തിയിരിക്കുന്നത് എന്തിനാ? അവളിതൊന്നും ചെയ്യാറില്ലേ? ഞാനാ പറഞ്ഞത് അവർ വരാൻ നേരം ചെയ്താൽ മതിയെന്ന്. എന്തായാലും അവളെ വിട്ട് വൃത്തിയാക്കാൻ പറയാം, ഏട്ടൻ വാ എന്നും പറഞ്ഞുകൊണ്ട് രാഹുലിനെ വിളിച്ചുകൊണ്ട് രൂപയുടെ മുറിയിലേക്ക് പോവുക. ഈ സമയം രാഹുൽ ചോദിക്കുക, എന്താ രൂപേ, നിനക്ക് എന്താ എന്നോട് പറയാനുള്ളത്? അത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ കാര്യമായിട്ടാ. കുറേ പേര് വന്നു പോകുന്നുണ്ട്, ഇതുവരെ കച്ചവടമൊന്നും ആയിട്ടില്ല. ഇത് പറയാനാണോ നീ എന്നെ ഇത്രയും വേവലാതി പിടിച്ചുകൊണ്ട് വന്നത്? ശരി, ഞാൻ ആദ്യം ഒന്ന് ബാത്റൂമിൽ പോയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ ബാത്റൂമിലേക്ക് കയറുക.
ഈ സമയം യാമിനി സി എസിനോട് വാ സാറേ വാ പെട്ടെന്ന് പോയിക്കോ എന്നും പറഞ്ഞുകൊണ്ട് കതക് തുറക്കാൻ പോകുമ്പോഴേക്കും ദേടാ വീണ്ടും കോളിംഗ് ബെൽ അടിക്കുന്നു. സി എസ് ഞെട്ടിപ്പോയി. ഈശ്വര ഞാൻ എങ്ങനെ ഇനി രക്ഷപ്പെടും എന്നും പറഞ്ഞുകൊണ്ട് സി എസ് ആലോചിച്ചുകൊണ്ട് നിൽക്കുക. സാറേ അങ്ങോട്ട് പോകണ്ട, ദേ ഈ മുറിയിലേക്ക് പോയിക്കോ, ഇങ്ങോട്ടാരും അത്ര പെട്ടെന്ന് വരില്ല എന്നും പറഞ്ഞുകൊണ്ട് യാമിനി പറയുക. അത് കേട്ട് സി എസ് ആ മുറിയിലേക്ക് കയറുക. അപ്പോഴേക്കും യാമിനി കതക് തുറന്നതും ആഹാ ഇതെന്താ കല്യാണി മോള് വീണ്ടും. ഞാൻ എൻ്റെ മൊബൈൽ ഇവിടെ വെച്ച് മറന്നുപോയി യാമിനി ചേച്ചി, മൊബൈൽ എടുക്കാൻ വേണ്ടി വന്നതാ. ആണോ എന്നാൽ പെട്ടെന്ന് എടുത്തിട്ട് പൊയ്ക്കോ മോളെ, അവൻ്റെ കണ്ണി പെടണ്ട. അപ്പോൾ കല്യാണി മൊബൈൽ എടുത്തിട്ട് ഇങ്ങനെ വരുമ്പോൾ രാഹുൽ രൂപയും കൂടെ സംസാരിച്ചുകൊണ്ട് വരിക. പടിയുടെ മുകളിൽ നിന്നും രാഹുൽ കല്യാണിയെ കണ്ടതും ദേഷ്യപ്പെട്ട് താഴേക്ക് ഇറങ്ങി വരിക. നീ എന്താ ഇവിടെ? ഞാൻ എൻ്റെ അമ്മയെ കാണാൻ വന്നതാ. എന്നെ കാണാനോ എന്നും രൂപ ചോദിക്കുകയാണ്. അത് കേട്ടതും അതെ അമ്മയെ കാണാൻ തന്നെ വന്നതാ. ഇവൾക്ക് നിന്നെ കാണുന്നത് ഇഷ്ടമല്ല, പിന്നെ നീ എന്തിനാണ് ഇങ്ങോട്ട് വരുന്നേ? രൂപേ ഇവളെ ചിലപ്പോൾ അവൻ പറഞ്ഞു വിട്ടതായിരിക്കും, നിന്റെ മോൻ. അത് കേട്ടതും എൻ്റെ കെട്ടിയാൻ പറഞ്ഞു വിട്ടിട്ടൊന്നുമില്ല, ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം അമ്മയെ കാണാൻ വന്നു എന്നേ ഉള്ളൂ. ഇനിയും വരും. അത് കേട്ടതും എടി നിനക്കൊന്നും നാണോ മാനോ ഇല്ലേ? ഇവളങ്ങനെ പറയുമ്പോൾ പലരും വരാതിരിക്കും, നീ എന്തിനാടി വലിഞ്ഞു കയറി വരുന്നേ? അതെ ഇത് ഞങ്ങളുടെ അമ്മയാ, ഞാൻ വലിഞ്ഞു കയറി വരും വരാതിരിക്കും, അത് ചോദിക്കാൻ നിങ്ങൾക്ക് എന്താ അവകാശം? അത് കേട്ടതും നിങ്ങളുടെ അമ്മയോ? ഏത് വകയിൽ? ഇവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ കാണാതിരിക്കുന്നതല്ലേ നല്ലത്. ഞങ്ങളുടെ അമ്മയെ ഞങ്ങൾ കാണും, ചിലപ്പോൾ ഞാൻ വരും, സോണി വരും, എൻ്റെ കിരണേട്ടൻ വരും, എല്ലാവരും ഇങ്ങോട്ട് വരും, ചില ദുഷ്ടന്മാരുടെ ഇടയിൽ നിന്നൊക്കെ എൻ്റെ അമ്മയെ രക്ഷിക്കാൻ. എന്താടി നീ പറഞ്ഞേ എന്നും ചോദിച്ചുകൊണ്ട് രാഹുൽ അടിക്കാനായിട്ട് കയ്യോങ്ങുക. അത് കേട്ടതും തൊട്ടു പോകരുത് തന്നെ, എന്നെ തൊട്ട നിങ്ങളെ തല്ലി ചവിട്ടി കൂട്ടി എനിക്ക് നിങ്ങളെ പോലീസ് ലോക്കപ്പിലാക്കാൻ അധികം നേരമൊന്നും വേണ്ട, പിന്നെ അതിനുള്ള ആൾക്കാരും എനിക്കുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം, എൻ്റെ ഈ കൈ അത്ര തഴമ്പില്ലാത്ത നല്ല കൈയൊന്നുമല്ല, അത്യാവശ്യം തഴമ്പുള്ള നല്ല അടി കിട്ടിയ നല്ല പഴുത്തു പോകുന്ന കയ്യാ, നല്ല കവള് പഴുത്തു പോകുന്ന കയ്യാ. എന്താ ഒരെണ്ണം കിട്ടണോ? അതുപോലെ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ ഭാര്യയ്ക്കും മകൾക്കും. അവരോട് ചോദിച്ചാൽ അവർ തെളിവായിട്ട് പറഞ്ഞു തരും. അപ്പോൾ രൂപ പുറകിലൊന്ന് ചിരിക്കുക. ഈ സമയം നീ എന്താടി അഹങ്കാരത്തോടെ സംസാരിക്കുന്നേ? നീ എന്നെ തല്ലുവോ? തല്ലേണ്ടി വന്നാൽ തല്ലും. എന്താ ഞാൻ തല്ലിയ നിങ്ങൾക്ക് ഏക്കില്ലെന്നാണ് നിങ്ങളുടെ വിചാരം? നിങ്ങൾ തല്ലുന്നതിനേക്കാൾ ഷോർട്ടായിട്ട് തല്ലാൻ എനിക്കറിയാം. എന്താ വേണോ ഒരെണ്ണം എന്നും ചോദിച്ചുകൊണ്ട് കല്യാണി കൈ നീട്ടുക. അത് കണ്ടതും കണ്ടില്ലേ രൂപേ, സംസാരശേഷി കിട്ടിയപ്പോൾ ഇവൾ അഹങ്കാരത്തോടെ സംസാരിക്കുന്നത് കണ്ടില്ലേ? ഞാനെങ്ങനെയാ നല്ലവരുടെ മുൻപിൽ നല്ലതും നിങ്ങളെപ്പോലുള്ള ദുഷ്ടന്മാരുടെ മുൻപിൽ ദുഷ്ടതയും മാത്രമേ സംസാരിക്കൂ. എന്താ നിങ്ങൾക്ക് എന്താ അറിയേണ്ടത്? ഞാനും എൻ്റെ കിരണേട്ടനും സോണിയൊന്നും ഇങ്ങോട്ട് വരാൻ പാടില്ലെന്നല്ലേ? എന്നാ കേട്ടോ, വരികയും ചെയ്യും, എൻ്റെ അമ്മയെ രക്ഷിക്കുകയും ചെയ്യും. നീ ദുഷ്ടനെന്ന് ഉദ്ദേശിച്ചത് എന്നെയല്ലേടി? എൻ്റെ കയ്യിൽ നിന്ന് രൂപയെ രക്ഷിക്കുമെന്നല്ല നീ പറഞ്ഞത്? എൻ്റെ കയ്യിൽ നിന്നല്ലടി, നിങ്ങളുടെയൊക്കെ കയ്യിൽ നിന്ന് എൻ്റെ രൂപ രക്ഷപ്പെടേണ്ടത്. എന്തായാലും നിങ്ങളെയൊക്കെ അകറ്റി നിർത്തിയിട്ടും ഒരു നാണവന്മാനും ഇല്ലാതെ വരികയല്ലേ? നീ എന്നെ എന്ത് വേണമെങ്കിലും വിളിച്ചോ, പക്ഷേ മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയിക്കോ. ഈ വീടിൻ്റെ പടി കടന്ന് വരരുത്, അത് പറയാൻ നിങ്ങൾക്കൊരു റൈറ്റ്സും ഇല്ല. ഞാൻ ഉറപ്പായിട്ടും വരികയും ചെയ്യും, ഞങ്ങളുടെ അമ്മയെ കാണുകയും ചെയ്യും, ചില ദുഷ്ടനായ ആൾക്കാരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യും. നീ ദുഷ്ടൻ ആവർത്തിച്ച് പറയുന്ന എന്നെയല്ലേടി? അതെ എല്ലാവരും വിളിക്കുന്നത് ബഗൻ എന്നാണല്ലോ, അത് നിങ്ങൾക്ക് ചേർന്ന പേര് തന്നെയാണ്, ബഗാസുരൻ തന്നെയാണ് നിങ്ങൾ. അമ്മ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാനും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നിട്ട് പോകാറുണ്ട്. അമ്മയുടെ മനസ്സൊന്നും അലിയുന്നില്ല, പക്ഷേ എപ്പോഴെങ്കിലും അമ്മയുടെ മനസ്സ് അലിയും. അമ്മ ഞങ്ങളെ മനസ്സിലാക്കും, അതുവരെ ഞങ്ങൾ കാത്തിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി അങ്ങോട്ട് പോവുക. ഈ സമയം യാമിനിക്ക് ഭയങ്കര സന്തോഷമായി. എന്താ രൂപ ഇത്, സംസാരശേഷി തിരിച്ചു കിട്ടിയപ്പോൾ അവളുടെ ഒരു സംസാരം കണ്ടോ? അത് പിന്നെ എന്ത് ചെയ്യാനായിട്ടാ, എത്ര പ്രാവശ്യം ആട്ടി പറഞ്ഞു വിട്ടതാ, എന്നിട്ടും വലിഞ്ഞു കയറി വരുക. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുങ്ങളെയൊന്നും അകത്ത് കയറ്റാൻ കൊള്ളത്തില്ല, വഴിയിൽ കൂടെ പോകുന്ന നായ്ക്കളെ അകത്ത് കയറ്റാം, പക്ഷേ ഇതുങ്ങളെയൊക്കെ കയറ്റിയാലേ തലയിൽ കയറിയിരുന്ന് നിരങ്ങും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എനിക്ക് നല്ല വിശപ്പുണ്ട്, എന്തെങ്കിലും കഴിക്കാനെടുക്ക്. അപ്പോഴേക്ക് യാമിനി ബഗാസുരന് വിശക്കുന്നു, ബഗാസുരൻ്റെ വിശപ്പ് ഞാൻ മാറ്റിത്തരാം. എടാ ബഗാ, ഇന്നത്തോടെ നിൻ്റെ വിശപ്പ് അവസാനിക്കും എന്നും പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് പോവുക. ഈ സമയം അടുക്കളയിൽ പോയ യാമിനെ കറിയിൽ കുറച്ച് സോപ്പൊടി വാരിയിടുക. എന്നിട്ട് ബഗാസുരന് ഇഷ്ടമുള്ള കറി, ഈ കറി ഇന്ന് കൂട്ടി നിൻ്റെ കുറേ മണിക്കൂറുകൾ അങ്ങോട്ട് നഷ്ടപ്പെട്ടോളൂടാ ബഗ, അങ്ങനെയെങ്കിലും എൻ്റെ മേഡോ സന്തോഷമായിട്ടിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യാമിനി ആ സാമ്പാറിട്ട് നന്നായിട്ട് ഇളക്കുക.
അതിനുശേഷം രാഹുലിൻ്റെ മുൻപിൽ കൊണ്ട് വിളമ്പി വെച്ച് കൊടുക്കുക. അപ്പോഴേക്കും രൂപ തുറച്ചു നോക്കുക. ഈശ്വര, എൻ്റെ ചന്ദ്രേട്ടൻ വിശന്നിരിക്കുമായിരിക്കും. എൻ്റെ ചന്ദ്രേട്ടൻ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാമെന്ന് വിചാരിക്കുമ്പോൾ എല്ലാം കൂടെ വലിഞ്ഞു കയറി വന്നു. പാവം എൻ്റെ കല്യാണി മോളും മനസ്സറിഞ്ഞൊന്നും കഴിച്ചില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും പിന്നീട് കാണിക്കുന്നത് രാഹുൽ നന്നായിട്ട് ഉരുട്ടി കയറ്റുക. അപ്പോൾ നമ്മുടെ രാഹുലിനെ തുറച്ചു നോക്കുന്നുണ്ട്. രാഹുൽ, നീ എന്താ രൂപേ എന്നെ ഇങ്ങനെ നോക്കുന്നേ? അല്ല, ഏട്ടൻ ഭക്ഷണം കഴിക്കുന്ന കാണാൻ നല്ല ഭംഗി, അതാ നോക്കിയത്. ആ, നീ എന്താ എന്നെ കളിയാക്കുകയാണോ? ഏയ് അല്ല. എങ്ങനെയുണ്ട് സാറേ സാമ്പാർ? അത് കേട്ടതും, ആ, നീ ഉണ്ടാക്കുന്ന കറികളൊന്നും കൊള്ളത്തില്ല. ഇന്ന് നിൻ്റെ കൈ ഇതിൽ ചേർന്നിട്ടുണ്ടോ രൂപേ? ആ, ഉണ്ട് ഏട്ടാ, ചേരുവകളൊക്കെ ഞാനാ ചേർത്തത്. ആ, അതുകൊണ്ടാ ഇത്രയും രുചി എന്നും രാഹുൽ പറയുന്നത്. സത്യം പറയാലോ, ആ, കുറേ നാളായി നന്നായിട്ടൊന്ന് ഭക്ഷണം കഴിച്ചിട്ട്, പ്രത്യേകിച്ച് നിൻ്റെ കൈ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം, അതുകൊണ്ട് ഇന്നിത്തിരി കൂടുതൽ കഴിക്കണം എന്നൊക്കെ പറയുക. അപ്പോഴേക്ക് യാമിനി, കഴിച്ചോ, സാറ് കഴിക്കുന്ന ഭക്ഷണം മുഴുവനും സാറിൻ്റെ ശരീരത്തിൽ കാണുന്നുണ്ട്. ദേ, ഇതുപോലുള്ള ചെറ്റ വർത്താനങ്ങളൊന്നും പറയരുതെന്ന് എന്നോട് പറഞ്ഞിട്ടില്ലേ? മര്യാദയ്ക്ക് പൊടി എന്നും പറയുക രാഹുൽ. ഓ, ഞാനല്ലെങ്കിൽ നിങ്ങൾ തിന്നുന്നത് നോക്കി കൊതിയിടാൻ മരുന്നൊന്നും അല്ല എന്നും പറഞ്ഞുകൊണ്ട് യാമിനി അടുക്കളയിലേക്ക് പോയി. ഈ സമയം ദേ, ഇവളെ ഒന്നും വിശ്വസിക്കരുത് രൂപേ. ഏട്ടാ, എനിക്ക് യാമിനിയെ വിശ്വാസക്കുറവൊന്നുമില്ല. നിങ്ങളാരും ഇല്ലെങ്കിലും എനിക്ക് നല്ലൊരു സഹായവും അവൾ. അങ്ങനെയുള്ളപ്പോൾ അവളെ എനിക്ക് പറഞ്ഞു വിടാനോ കുറ്റം പറയാനോ പറ്റില്ല. ഏത് പാതിരാത്രി ഞാൻ വിളിച്ചാലും അവൾ ഓടി എഴുന്നേറ്റ് വരും. പലരും അങ്ങനെയൊന്നും ചെയ്യില്ല. പക്ഷേ യാമിനിയുടെ കാര്യം അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യാമിനിയെ പറഞ്ഞു വിടാൻ പറ്റില്ല എന്ന്. യാമിനി എനിക്ക് നല്ലൊരു വിശ്വസ്തയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രൂപ പറയാണ്. ഈ സമയം രാഹുൽ കുറേ കഴിച്ചതിന് ശേഷം ഇങ്ങനെ വയറ് ആകെ വേദനയാവാൻ തുടങ്ങി. അതേ, വയറിനകത്ത് കിടന്ന് ഗുളുഗുളു എന്നൊരു സൗണ്ട് വരുമല്ലോ, ആ സൗണ്ട് വരാൻ തുടങ്ങി. അപ്പോഴേക്ക് രാഹുൽ വയറ്റത്തൊന്ന് അമർത്തി പിടിച്ചു. ഓ, ഭക്ഷണം പതിവിനേക്കാൾ കൂടുതൽ കഴിച്ചുകൊണ്ടാന്ന് തോന്നുന്നു രൂപേ. വല്ലാതെ വയറ് വേദനിക്കുന്നത് പോലെ. ഇതിലേതോ ഒരു കറി എനിക്ക് ചേർന്നിട്ടില്ല. ആ, വിശ്വസിക്കാൻ പറ്റില്ല. നീ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന നിന്റെ വേലക്കാരി ചിലപ്പോൾ കറികളിൽ വല്ലതും കലക്കി തന്നിട്ടുണ്ടാവും. അത് കേട്ടതും, ഏയ്, ഇത്ര വർഷമായില്ല അവൾ എൻ്റെ ഒപ്പം നിൽക്കുന്നു, എനിക്കിതുവരെ അവൾ അങ്ങനെയൊന്നും തന്നിട്ടില്ലല്ലോ. നിന്നോടല്ലല്ലോ, അവൾക്ക് ദേഷ്യം മുഴുവനും എന്നോടല്ലേ. അതുകൊണ്ട് എനിക്ക് തരുന്ന കാര്യം ഞാൻ പറഞ്ഞത്. ആ, എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയേണ്ട രാഹുലേട്ടാ. ആ, അങ്ങനെയൊന്നും യാമിനി ചെയ്യില്ല. ഞാനുള്ളപ്പോൾ പ്രത്യേകിച്ച് ഞാനും കൂടെ കഴിക്കുന്നതല്ലേ എന്നൊക്കെ പറയാം. ആ, കുറേ നാളിന് ശേഷം നിന്നോടൊപ്പം ഇരുന്ന് സന്തോഷത്തോടെ കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇത്തിരി കൂടുതൽ കഴിച്ചുപോയി. അതിൻ്റേതാണെന്ന് തോന്നുന്നു. ഓ, എന്തോ വയറിന് വല്ലാത്തൊരു അസ്വസ്ഥത. ഞാനിപ്പോൾ വരാം എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോകുക. ഈ സമയം പോടാ, അപ്പോൾ നീ പോയി കക്കൂസയിലിരിക്കുക. എൻ്റെ ചന്ദ്രേട്ടൻ അവിടെ വിശന്നിരിക്കുമ്പോൾ നീ വയർ നിറച്ച് തിന്നുക. ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ അടുത്തിരിക്കുന്ന ആൾക്കാരെ പോലും അവന് കണ്ണിന് കാഴ്ചയില്ലാതെയാവും. ആ, എന്തായാലും നീ കുറച്ച് നേരം കക്കൂസ കയറി ഇറങ്ങുക എന്നും പറഞ്ഞിരിക്കുമ്പോൾ വേറെ ആരോ കോളിംഗ് ബെല്ലടിക്കുക. കോളിംഗ് ബെല്ലടിക്കുന്നത് കണ്ട് രൂപ പോയി കഥക് തുറന്നു നോക്കിയപ്പോൾ ദേ വന്നിരിക്കുന്നടാ അടുത്ത പിശാചി. വേറെ ആരുമല്ല, പ്രകാശനെ കണ്ടതും രൂപ, താനെന്തിനാ ഇങ്ങോട്ട് വന്നത്? അയ്യോ, ഒരു സന്തോഷ വർത്താനം അറിയിക്കാൻ വേണ്ടി വന്നതാ. തൻ്റെ സന്തോഷ വർത്താനം താൻ അറിഞ്ഞാൽ പോരെ, ഞങ്ങളെ അറിയിക്കുന്ന എന്തിനാ? എന്തായാലും ഒന്ന് പറയണമല്ലോ. അതെ, എൻ്റെ മോൻ്റെ കല്യാണം വീണ്ടും കഴിഞ്ഞു. അന്നത്തെ പോലെ ചീറ്റ് ചെയ്യുന്നൊരു പെണ്ണൊന്നുമല്ല, നല്ല സുന്ദരിയായ ഒരു സുന്ദരി പെൺകുട്ടി. അതെ, പ്രേതമാണ് അല്ലെങ്കിൽ ഒരു ഭ്രാന്തിയാണ് വിക്രത്തെ കല്യാണം കഴിച്ചതെന്ന് പ്രകാശന് അറിയില്ലല്ലോ. അത് താൻ എന്തിനാണ് ഇവിടെ വന്ന് പറയുന്നേ? അത് കേട്ടതും നിങ്ങളോട് പറയണമല്ലോ. എൻ്റെ മോൻ്റെ മുന്നമ്മായി അമ്മയല്ലേ, അപ്പം പിന്നെ പറയാതിരുന്നിട്ട് കാര്യമില്ലല്ലോ, അതൊരു മര്യാദകേടല്ലേ. അതുകൊണ്ട് പറഞ്ഞതാണേ എന്നും പ്രകാശൻ അത് കേട്ടതിൻ്റെ മര്യാദയ്ക്ക് ഇറങ്ങിപ്പോടാ. നിൻ്റെ മോൻ്റെ കാര്യമൊന്നും ഇവിടെ വന്ന് നീ പറയണ്ട. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. എൻ്റെ മോനിപ്പേ നല്ല സുഖത്തിലും സൗകര്യത്തിലാണ് ജീവിക്കുന്നത്. ഒപ്പം ഞങ്ങളും പണ്ട് നിങ്ങളുടെ മോളുടെ വീട്ടിൽ താമസിക്കുമ്പോൾ ഞങ്ങൾ അവിടെ അടിമകളും വേലക്കാരുമായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഞങ്ങളുടെ മരുമോളെ ഞങ്ങളെ പൊന്നുപോലെ നോക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ രാഹുൽ വരിക. നീ എന്താടാ ഇവിടെ എന്നും ചോദിക്കണം. എടാ മച്ചമ്പി, രാഹുലെ, നീ ഇവിടെ ഉണ്ടായിരുന്നോടാ? എനിക്ക് നിന്നെ കാണാനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തായാലും നീ വന്നപ്പോൾ സന്തോഷമായി. നിന്നെയും കൂടെ ഒന്ന് കാണാൻ പറ്റിയല്ലോ. നീ എപ്പോഴാണ് ഇങ്ങോട്ട് വന്നേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രാഹുൽ ഇങ്ങനെ നിൽക്കുക. നീ എന്തിനാണ് ഇപ്പം ഇങ്ങോട്ട് വന്നത്? അതെ, എൻ്റെ മോൻ്റെ കല്യാണം കഴിഞ്ഞടാ, അത് പറയാൻ വേണ്ടി വന്നതാ. എൻ്റെ മോൻ്റെ മുന്നേ അമ്മായി അമ്മയാണല്ലോ, അതുകൊണ്ട് ഇവരോട് പറയണമെന്ന് കരുതി വന്നതാ. അപ്പോൾ രൂപ, രണ്ടും നന്നായിട്ട് ചേരും. ഈനാമ്പച്ചിക്ക് കൂട്ട് മരപ്പെട്ടി എന്ന് പറഞ്ഞതുപോലെ. ഏട്ടാ, ഇവനോട് എന്താ സംസാരിക്കാനുള്ളതെന്ന് വെച്ചാൽ സംസാരിച്ചിട്ട് പറഞ്ഞു വിട്ടോണം. ഞാനിവിടെ നിന്ന് ശരിയാവില്ല എന്നും പറഞ്ഞുകൊണ്ട് രൂപകത്തേക്ക് പോവുക. ഈ സമയം രാഹുൽ, എടാ നീ എന്തിനാണ് ഇപ്പം ഇങ്ങോട്ട് വന്നേ? ദേ, രൂപയ്ക്ക് വല്ല സംശയം തോന്നും. ഇല്ലടാ,
എന്തായാലും ഞാൻ എൻ്റെ മോൻ്റെ കാര്യം പറയാൻ വേണ്ടി വന്നതല്ലേ. ആ എന്തായി ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതൊക്കെ അതിൻ്റേതായ വഴിക്ക് നടക്കുന്നുണ്ട്. ആ പിന്നെ കല്യാണിയെ എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കണം. എൻ്റെ മോൻ്റെ സന്തോഷകരമായ ജീവിതം തകർക്കാൻ അവൾ വീണ്ടും നോക്കും. അതിനു വേണ്ടി എന്തും ചെയ്യണോടാ. ആ അതൊക്കെ ഞാൻ ചെയ്തോളാം. അതിൻ്റെയൊക്കെ ആവശ്യം ഇപ്പോൾ നിന്നേക്കാൾ കൂടുതൽ എനിക്കാ. കല്യാണി മരിക്കണം എന്നുള്ള ആഗ്രഹം എനിക്കുമുണ്ട്. അതിനൊക്കെ വേണ്ടിയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. നീ ധൈര്യമായിട്ടിരിക്കണം. അവളെ ഞാൻ തീർത്തു തരാം. മനസ്സിലായോ? മനസ്സിലായടാ. എന്തായാലും എൻ്റെ മോനെ ഇപ്പം കിട്ടിയിരിക്കുന്ന ബന്ധം നല്ല ബന്ധമാണ്, നല്ല പെൺകുട്ടിയാണ്. അതുകൊണ്ട് നീ ഇടയ്ക്കൊക്കെ ഒന്ന് ആ വഴിക്കൊന്ന് ഇറങ്ങ്, എല്ലാവരും ഒന്ന് പരിചയപ്പെടാം. എന്തായാലും നമ്മൾ തമ്മിൽ ശത്രുതയൊന്നും ഇല്ലല്ലോ, മുമ്പുണ്ടായിരുന്നു. പക്ഷേ ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറഞ്ഞതുപോലെ നമ്മൾ രണ്ടുപേരും ഇപ്പം മിത്രങ്ങളാടാ. എന്നാൽ ഞാൻ വരട്ടെ രാഹുലേ. ശരി പോയിട്ടോ. അപ്പം ഞാൻ പറഞ്ഞത് മറക്കരുത്, കല്യാണിയെ കൊല്ലണം. ശരിയടാ എന്നും പറഞ്ഞ് അവർ പിരിയുക. ഈ സമയം പ്രകാശം പോയി കഴിഞ്ഞതും രാഹുൽ ആലോചിക്കുകയാണ്, അവളെ നീ കൊല്ലാൻ പറഞ്ഞില്ലെങ്കിലും എനിക്ക് കൊന്നേ പറ്റൂടാ. കാരണം അവൾ ഇന്ന് എൻ്റെ മുഖത്ത് നോക്കി സംസാരിച്ച വാക്കുകൾ അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. എൻ്റെ മനസ്സിൽ നിന്നത് മാഞ്ഞു പോവില്ല എന്നും പറഞ്ഞുകൊണ്ട് ആലോചിക്കുകയാണ്. പെട്ടെന്ന് രാഹുലിൻ്റെ വയറ് വീണ്ടും ഗുളു 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 ഗുളു. അയ്യോ എൻ്റെ വയറേ, ഇത് എന്തൊരു വേദനയാ. എനിക്ക് നല്ല സംശയമുണ്ട് ആ വൃത്തികെട്ടവൾ എനിക്ക് എന്തോ കലക്കി തന്നു. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത്. ഈശ്വര, വീണ്ടും ബാത്റൂമിലേക്ക് തന്നെ പോകണമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ ആലോചിച്ചുകൊണ്ട് നിൽക്കണം. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ദിവസം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.